ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കേസിലെ വിധി വരികയാണ്. ആന്റണി രാജുവിനെതിരായിട്ടുള്ള തൊണ്ടി മുതൽ കേസിൽ പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി വിധിച്ചിരിക്കുകയാണ്. ആന്റണി രാജു ഉൾപ്പെടുന്നവർ തൊണ്ടി മുതൽ അട്ടിമറി കേസിൽ പ്രതികൾ ആകുന്നു, കുറ്റക്കാരാകുന്നു എന്നുള്ള വിധി ഇപ്പോൾ വരികയാണ്. നമുക്ക് ഇപ്പോൾ പ്രതികൾ കുറ്റക്കാരാണെന്നുള്ളത് 420, 468, 371 വകുപ്പുകൾ നിലനിൽക്കില്ല. ആന്റണി രാജു മയക്കുമരുന്നു കേസിൽ പ്രതിയെ രക്ഷിക്കാനായി അടിവസ്ത്രത്തിൽ കൃത്രിമത്വം നടത്തി പ്രതിയെ രക്ഷപ്പെടുത്തി. ഈ കേസിലാണിപ്പോൾ കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. വിധിയിൽ ഈ ആന്റണി രാജു ഉൾപ്പെടെയുള്ള ആളുകൾ കുറ്റക്കാരാണ് എന്നുള്ള വിധിയാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ 3.5 പതിറ്റാണ്ടായി ആന്റണി രാജുവിനെ വേട്ടയാടുന്ന അല്ലെങ്കിൽ ആന്റണി രാജുവിനെ കുഴക്കുന്ന കേസിലാണിപ്പോൾ കോടതിയുടെ വിധി ഉണ്ടാകുന്നത്. നമുക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് എത്തുന്നത്. 1990-ലാണ് ഓസ്ട്രേലിയൻ സ്വദേശി കേരളത്തിലേക്ക് എത്തി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ഹാഷ് ഷോയിലുമായി പിടിയിലാകുന്നത്. പിന്നീട് 94-ലാണ് ആന്റണി രാജു അന്ന് കേസ് നടത്തിയിട്ടുള്ള അഭിഭാഷകന്റെ ജൂനിയർ ആയിരുന്നിട്ടുള്ള ആന്റണി രാജുവും ഒപ്പം തന്നെ കോടതിയിലെ ക്ലർക്കും ഇടപെട്ടുകൊണ്ട് ഈ കേസിലെ പ്രതിയെ രക്ഷപ്പെടുത്തുന്നത്. അന്ന് ഈ കേസിലെ പ്രധാന തൊണ്ടി മുതലായിട്ടുള്ള അടിവസ്ത്രത്തിൽ കൃത്രിമത്വം നടത്തി, അതായത് അടിവസ്ത്രം തിരികെ കോടതിയിൽ നിന്നും അനുമതിയോടെ തിരികെ വാങ്ങി അത് വെട്ടിമുറിച്ച് പുതുതായി തുന്നി അതിലെ നൂലടക്കം മാറ്റിക്കൊണ്ട് കൃത്രിമത്വം നടത്തി. പിന്നീട് ആ കേസിൽ പ്രതി രക്ഷപ്പെടുന്നത് ആ അടിവസ്ത്രം അയാൾക്ക് പാകമാകുന്നതല്ല എന്ന് കോടതി കണ്ടെത്തുന്നതിലൂടെയാണ്. ഈ കേസിലെ പ്രതിയായിട്ടുള്ള സാൽവേദോർ തന്നെ പിന്നീട് സഹ തടവുകാരനോട് നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ഈ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ജയമോഹൻ നടത്തിയിട്ടുള്ള വീണ്ടും കേസ് രജിസ്റ്റർ ചെയ്യുന്നത്, കോടതിയെ സമീപിക്കുന്നത്. പിന്നാലെ 94-ലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. നീണ്ട 10 വർഷത്തിന് ശേഷമാണ് പിന്നീട് ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത്. ഇപ്പോഴിതാ വകുപ്പുകൾ 217, 193, 420 IPC 217, 193, 420 വകുപ്പുകൾ തെളിഞ്ഞു എന്നുള്ള വിവരം പുറത്തുവരികയാണ്. ആന്റണി രാജു കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനന്തൻ, ഒരുപക്ഷെ നീതിന്യായ വ്യവസ്ഥയുടെ ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിൽ ഒരു അടിവസ്ത്രത്തിൽ തൂങ്ങിക്കൊണ്ട് ഒരു ജനപ്രതിനിധി ഇത്തരത്തിൽ ഒരു കേസിൽ കുറ്റക്കാരനാകുന്നത് ഇതാദ്യമായിരിക്കും. ഇത് 3.5 പതിറ്റാണ്ടായി നടക്കുന്ന ഒരു കേസിന്റെ തുടർച്ചയിലാണ് ഇപ്പോൾ ആന്റണി രാജു കുറ്റക്കാരനെന്ന് കോടതി വിധിച്ചിരിക്കുന്നത്. വിധി പ്രസ്താവത്തിന്റെ പൂർണ്ണരൂപം. സുപ്രധാനമായ ഒരു വിധിയാണ് നെയ്യാറ്റിൻകര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. ആന്റണി രാജു ഉൾപ്പെട്ട തൊണ്ടി മുതൽ കൃത്രിമം കാണിച്ചു എന്ന കേസ് തെളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ 217, 193, 420 IPC വകുപ്പുകളാണ് തെളിഞ്ഞിരിക്കുന്നത്. അതായത് നിയമത്തിൽ തെളിവുകൾ കൃത്രിമം വരുത്തൽ, അതുപോലെ തന്നെ നിയമ സംവിധാനത്തെ തെറ്റിദ്ധരിപ്പിക്കൽ അടക്കമുള്ള കുറ്റങ്ങൾ 10 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണിപ്പോൾ ആന്റണി രാജുവിനെതിരെ തെളിഞ്ഞിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഗൂഢാലോചന കുറ്റം കൂടി, കൂടുതൽ വകുപ്പുകൾ ഇപ്പോൾ തെളിഞ്ഞ വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് വ്യക്തമാകുന്നുണ്ട്. 120B ഗൂഢാലോചന കുറ്റം. ആന്റണി രാജുവും കോടതി ജീവനക്കാരനായ ജോസുമാണ് ഈ കേസിൽ പ്രതികൾ. ആന്റണി രാജു ജോസുമായി ഗൂഢാലോചന നടത്തി ഈ തൊണ്ടി മുതൽ പുറത്തെടുത്ത് അതിൽ കൃത്രിമത്വം വരുത്തി കേസ് ഹൈക്കോടതിയിൽ പ്രതിക്ക് അനുകൂലമാക്കി എന്നുള്ളതാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട വാദം. അതിനൊപ്പം തന്നെ ഈ കേസിൽ 120B കൂടാതെ 201, 193, 409, 34 വകുപ്പുകൾ കൂടി തെളിഞ്ഞിരിക്കുന്നു. അതിൽ 409 എന്ന് പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥന്റെ സർക്കാർ ഉദ്യോഗസ്ഥൻ നടത്തിയ വിശ്വാസവഞ്ചനയാണ്. 10 വർഷം മുതൽ ജീവപര്യന്തം വരെ ശിക്ഷ കിട്ടാവുന്ന ഒരു വകുപ്പ് 409. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് 409 ഈ 409 വകുപ്പ് എന്ന് പറയുന്നത് ഒടുവിൽ ചേർത്തതാണ്. ഒടുവിൽ, അതായത് ഹൈക്കോടതി പിന്നീട് ചേർക്കാൻ പറഞ്ഞു. ഈ കേസിന്റെ വിചാരണയെല്ലാം കഴിഞ്ഞ് ഏതാണ്ട് ഒരു മാസം മുമ്പ് ഹൈക്കോടതി പറഞ്ഞതാണ് 409 വകുപ്പ് ചേർക്കണം എന്നുള്ളത്. ആ 409 വകുപ്പ് നേരത്തെ ഉണ്ടായിരുന്നില്ല. അതൊരു മാധ്യമപ്രവർത്തകൻ അപ്പീൽ നൽകി പ്രത്യേകം ഹൈക്കോടതിയെ സമീപിച്ചാണ് ആ സെക്ഷൻ കൂടി ചേർത്തത്. അതിൽ 409 വകുപ്പ് തെളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ജീവപര്യന്തം. നെടുമങ്ങാട് പ്രത്യേക ജനപ്രതിനിധികൾക്കായിട്ടുള്ള പ്രത്യേക കോടതിയിലാണ് ഈ കേസിന്റെ വിസ്താരം നടന്നത്. ഇപ്പോൾ വിധി പ്രസ്താവിച്ചിരിക്കുന്നത്.